അസ്സലാമു അലൈക്കും. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിനിടയിലായിക്കൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. സെപ്പറേറ്റ് പറയുന്ന സമയത്ത് ഒരുപാട് സമയം വേണം, സമയത്തിന്റെ കുറവുണ്ട്. മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും അതിനേക്കാളും ശരിക്ക് മനസ്സിലാക്കാൻ നല്ലത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ്. അപ്പൊ പല ചോദ്യങ്ങളുണ്ട്. ചോദ്യം ചോദിച്ചവർക്കൊക്കെ അറിയാലോ. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ആയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഷെയ്ഖിന്റെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ ഒരാൾ ചോദിച്ച ചോദ്യം ഈ പറയുന്ന ആളെ കുറിച്ചിട്ട് ഒരു അറിവ് വേണമെന്നുള്ളതാണ്. പറയുന്ന ആളെ കുറിച്ച് അറിവ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ദീനില് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ല. എന്നാല് എന്റെ കണ്ണിൽ എന്റെ ക്വാളിഫിക്കേഷന് എന്റെ ഷെയ്ഖിന്റെ മുരീദാണ് എന്നാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായി കാണുന്നത്. അത് തന്നെയാണ്. പിന്നെ ശരീഅത്ത് പഠിച്ച ഒരാളെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും തെരീക്കത്ത് പറയാൻ സാധിക്കൂല, ഹക്കീക്കത്ത് പറയാനും സാധിക്കൂല. അപ്പോ ഇതൊക്കെ നമ്മള് വഴി ബ്ലോക്കാക്കുന്ന ചില വിഷയങ്ങളാണ്. അങ്ങനെ ഇല്ലാത്തവര് ആണ് എല്ലാവരും എന്നല്ല അർത്ഥാക്കുന്നത്. ശരീഅത്തിൽ ഒരുപാട് നല്ല മൂല്യാക്കന്മാരുണ്ട്, നല്ല മുത്തക്കിങ്ങളായ ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും അടച്ചാക്ഷേപിക്കുക, അടച്ചു കൊച്ചാക്കുകയല്ല. പക്ഷെ ദീനില് അള്ളാഹുവിന്റെ പാതയിൽ അള്ളാഹുവിലേക്ക് എത്താൻ സഹായിക്കുന്ന ഇൽമ ആരുടെ പക്കലാണോ ഉള്ളത് അവരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാര് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അതാണ് എല്ലാ തസൂഫിന്റെ കിതാബുകളിലും പറയുന്നത്. പ്രത്യേകിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലിന്റെ കിതാബ് എടുത്ത് ഒരാവർത്തി വായിക്കുന്ന ഒരാൾക്ക് ഈ അഭിപ്രായം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റഭിപ്രായം അയാൾക്ക് ഉണ്ടായിരിക്കൂല വായിച്ചൊരാൾക്ക്. കാരണം അള്ളാഹുവിന്റെ അറിവിനെ കൂടാതെ മറ്റുള്ള ഇൽമുകളെല്ലാം പഠിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ഇൽമാവൂലത്. നമ്മള് ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വിഷയമാണെങ്കിൽ ക്വാളിഫൈഡ് ആയ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇൽമ ഹാസിലാക്കാം, അതിന് സാധിക്കുമെങ്കിൽ. പക്ഷെ നമ്മൾ അറിഞ്ഞിടത്തോളം അള്ളാഹുവിന്റെ വഴിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തസൂഫിലുള്ള ഹക്കീക്കത്തും ബാത്തിലും മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. അതല്ലാതെ അള്ളാഹുവിലേക്ക് ഒരു പടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. അതിനെക്കുറിച്ച് അജ്ഞതയിലാണ് ലോകം. തസൂഫിന്റെ മശായിക്കന്മാരെ നമുക്ക് അളക്കാൻ നമുക്ക് സാധിക്കൂല. തസൂഫിന്റെ മശായിക്കന്മാരാണെങ്കിലും സാധാരണ ഔലിയാക്കളാണെങ്കിലും അതല്ല നമ്മള് ഇനി വരാൻ പോകുന്ന ദജ്ജാലാണെങ്കിലും ഇബ്ലീസിന്റെ ഔലിയാക്കളാണെങ്കിലും അവരെയൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് നമ്മളൊക്കെ ഒരു അടയാളം വേണം. ആ അടയാളം തരുന്നവരാരാണോ അവരെ നിങ്ങൾ ഷെയ്ഖാക്കാൻ നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബുഹു അൻ ദിക്രിന. സൂറത്തുൽ കഹ്ഫില് 28-ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് തുറന്നു നോക്കി കാണാൻ പറ്റും. അള്ളാഹു ആരെ അനുസരിക്കണം ആരെ അനുസരിക്കണ്ട എന്നുള്ള വാക്യാണ് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫ് ഓതിയ ആൾക്ക്, എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുന്ന ആളുകൾക്ക് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അകപ്പെടുന്നത് തടയാൻ പറ്റും. അവരതിൽ അകപ്പെടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഹദീസ് വായിക്കുന്ന ഒരാള് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഖുർആന് ഈ ഹദീസ് കേട്ട ഓരോരുത്തരും പാരായണം ചെയ്യുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കുന്ന ആളുകളുണ്ട്. അത് സുന്നികളിലും ഉണ്ട്, ഷിയാക്കളിലും ഉണ്ട്, ജമാഅത്തും മുജാഹിദും എല്ലാവരും പതിവാക്കുന്നുണ്ട്. ഈ ഹദീസ് കേട്ട് ഹക്കാണെന്ന് വിശ്വസിക്കുന്നവര് എല്ലാവരും ഉദ്ദേശം ഈ ഉദ്ദേശം തന്നെയാണ്, ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്, നിങ്ങള് 73 ഗ്രൂപ്പായിട്ട് പിരിയും, ഒന്നൊഴികെ എല്ലാവരും നരകത്തിലേക്കാണെന്നുള്ളത്. ഒന്നൊഴികെ അല്ലാതെ നരകത്തിലേക്ക് ബന്ധപ്പെട്ടതാണ് എന്ന് വരുന്ന സമയത്ത് ആ ഒന്നിന്റെ ഹക്കീത മാത്രമേ ശരിയാവുന്നുള്ളൂ,
ബാക്കി 72 ഹക്കല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ നമ്മൾ ആ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കലും അന്വേഷിക്കലും ആവശ്യമാണ്. അപ്പൊ 73 ഗ്രൂപ്പും അവസാന നാളില് ഈ സൂറത്തുൽ കഹ്ഫ് ഓതുകയാണെങ്കിൽ ദജ്ജാൽ രക്ഷപ്പെടുമെങ്കിൽ പിന്നെ സ്വർഗമാണ് അവർക്ക്. 73 പുസ്തകത്തിൽ പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് തെറ്റും ചെയ്യും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ? മറ്റുള്ള സൂറത്തുകളിൽ നിന്നും വിഭിന്നമായ ആശയം സൂറത്തുൽ കഹ്ഫിന്റെ ഉള്ളിലുണ്ട്. തുടക്കത്തിൽ അത് 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അതിൽ പറയുന്നുണ്ട്. 18-ാമത്തെ സൂറത്തായ സൂറത്തുൽ കഹ്ഫിൽ 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വതറ ശംസ ഇദാ തലഅത് തസാവറുഹും എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, ദാലിക മിൻ ആയാത്തില്ലാഹ് മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ എന്ന് പറയുന്നുണ്ട്. അപ്പോ അവസാന ഭാഗത്ത് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലാഹു തആല ആരെങ്കിലും ദുർമാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് നേർവഴി കാണിക്കുന്ന ഒരാളെ, ഒരു രക്ഷാധികാരിയെ കണ്ടെത്തൂല എന്നുള്ളത്. പക്ഷെ രക്ഷാധികാരി എന്നുള്ള വേടൊക്കെ നമ്മൾ അവിടുന്ന് മാറ്റിക്കൊണ്ട് വലിയൻ മുർഷിദ എന്ന് തന്നെ ഉപയോഗിക്കണം. മുർഷിദായ വലിയനെ കണ്ടെത്തുന്നതല്ല എന്നുള്ളത്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദുർമാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹു തആല ഒരു ഷെയ്ഖിനെ കൊടുക്കൂല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമുള്ള അർത്ഥം. നമുക്ക് നമ്മളെ ഉദ്ദേശപ്രകാരമാണെങ്കിൽ ആക്കി മാറ്റാം. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥം ഇങ്ങനെയാണ്. വലിയായ മുർഷിദിനെ ഒരാൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു പറയാം, അദ്ദേഹം ഹിദായത്തിലാവും. കിട്ടിയിട്ടില്ലേ, ഹിദായത്തിലാവൂല, ദുർമാർഗത്തിലേക്കായിരിക്കും പോക്ക്. കാരണം അവന്റെ കാര്യങ്ങള് അവന് പ്രാപ്തിയില്ലാത്ത കാലത്ത് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരാള് കൂടെ വേണം. പ്രാപ്തി എത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തരീക്കത്തില് കാലുകുത്തി ദാഖിലെ കൽബിയായി തീർന്നതിന് ശേഷമുള്ള കാലാണ്. അത് തുടക്കേ ആവുന്നുള്ളൂ, പിന്നെ ഒരുപാട് കാലം മുന്നോട്ട് പോവാനുള്ളതുണ്ട്. പക്ഷെ അതുപോലും എത്താത്ത ആളുകള് ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ ഒരു വലിയ മുർഷിദായ ആളില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഈ സൂറത്തില് ഈ ഒരു ആയത്തില് ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഒരു വലിയ മുർഷിദ് അഥവാ കാമിലായ മുർഷിദിന്റെ ആവശ്യം എന്തെന്ന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലായ ഒരാള് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു തലീം അന്വേഷിച്ച് കാമിലായ മുർഷിദിനെ പോയി ചെന്ന് കണ്ടെത്തും. കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? കണ്ടെത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട വിഷയം ഈ സൂറത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും കണ്ടുമുട്ടിയ കാര്യങ്ങൾ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബാത്തിനിയ ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് ഖിദർ നബി അലൈഹി ഇസ്ലാമിലേക്ക് പറഞ്ഞയക്കുമ്പോ അദ്ദേഹം പഠിപ്പിക്കുന്ന ഇൽമ് പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ക്ലാസ് അള്ളാഹു തആല കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ ഖിദർ നബി അലൈഹി ഇസ്ലാം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എതിർപ്പ് വരുന്നുണ്ട്, എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയം എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല, ഇതിന്റെ ഹഖീഖത്ത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവിടെ ആ മുരീദും മുർഷിദും തമ്മിലുള്ള ബന്ധം, ആ വിഷയമാണ് അവിടെ വിശദീകരിക്കുന്നത്. അത് നിയമം വിശദീകരിക്കപ്പെട്ടു. അപ്പൊ മൂസാ നബി എതിർത്ത കാരണം കൂടുതൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. എതിർക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും മുന്നോട്ട് പോകാനും കൂടുതൽ ഹഖീഖത്ത് മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു വിഷയം കൂടി കിട്ടി ആ സൂറത്തുനിന്ന്. പിന്നീട് അതിനുശേഷം അള്ളാഹു അതേ സൂറത്തിൽ 18-ാമത്തെ സൂറത്തായ സൂറത്തുൽ കഹ്ഫ് 28-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, വലാ തുദ്മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്ർനാ എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പാണ് ഈ വിഷയം വരുന്നത്. ഷെയ്ഖിനെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ല. കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെ അനുസരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ഷെയ്ഖ് കാമിലാണോ അല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിനെ പിടിക്കാൻ സമ്മതമുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന അതില് സൂറത്തുൽ കഹ്ഫിലുണ്ട്, വലാ തുദ്മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. കൽബ് എന്നുള്ള പദം ആ ആയത്തിലുണ്ട്.
അതേപോലെ തന്നെ ദിക്റ് എന്നുള്ള പദം ആയത്തിലുണ്ട്. ഇപ്പൊ കൽബിന്റെ ദിക്റ് എന്ന് അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാര്യം മനസ്സിലാവും. കൽബിന്റെ ദിക്റ് ഉള്ള ഒരാളെ നീ അനുസരിച്ചോ, അല്ലാത്തവൻ അനുസരിക്കണ്ട എന്ന് പറയുമ്പോ ഇതില്ലാതെ ആരാണെങ്കിലും അനുസരിക്കാൻ പാടില്ല എന്നർത്ഥം. അതല്ല, നിങ്ങൾക്ക് മറ്റൊരർത്ഥം അതിനറിയുമെങ്കിൽ കൊണ്ടുവരും. അത് ഏത് തഫ്സീറിലുണ്ടെങ്കിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കാരണം അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥത്തിനെതിരെ വന്ന അർത്ഥങ്ങളൊന്നും അർത്ഥമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൽമ് കിട്ടിയ ആള് ഇങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കേണ്ടതും പിടിക്കേണ്ടതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പിടിക്കുന്ന ഔലിയാക്കളെ മുഴുവൻ ഈ ഒരാളെ വെച്ച് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കും. പിന്നീട് പറയുന്ന വിഷയമാണല്ലോ എന്ത്, നബി അലൈഹി സ്വലാമും അതേപോലെ തന്നെ മുസ്ലിംസിനെ കണ്ടുമുട്ടുന്ന വിഷയം. ആ വിഷയം വരുന്ന സമയത്ത് പിന്നെ മൂസാ നബിന്റെ കയ്യിൽ ഈ അടയാളമുണ്ട്. ആ അടയാളം വെച്ച് നബി അലൈഹി സ്വലാമിനെ എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിക്കാൻ പറ്റും. ആ പരിശോധനയിൽ നബി അലൈഹി സ്വലാം ഷെയ്ഖാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായി തീർന്ന് എന്ത്, അള്ളാഹു തന്ന അടയാളം വെച്ചുകൊണ്ട് ഞാൻ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ, ആ അടയാളം ഞാൻ അദ്ദേഹത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാം ഓക്കെയാണ്. ആ ഷെയ്ഖ് പറയുന്നത് എന്താണോ അതാണ് എന്റെ ഇസ്ലാം, അതാണ് എന്റെ ഈമാൻ, അതാണ് എന്റെ ഖുർആൻ, അതാണ് ഈ ദീന്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എതിർക്കാൻ പാടില്ല. ഒരു വിഷയത്തിൽ സ്വന്തം ബുദ്ധിയും ചിന്തയും അവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഇതില്ലാത്ത ഒരു ഷെയ്ഖിനാണ് പിടിക്കുന്നതെങ്കിൽ ആ ഷെയ്ഖിൽ എന്ത് തെറ്റ് പറ്റിയാലും കുറ്റക്കാരൻ നമ്മൾ തന്നെയാണ്. അതല്ല, ഇങ്ങനെയുള്ള ഷെയ്ഖില് ഞാൻ പറഞ്ഞ ക്വാളിറ്റിയുള്ള ഷെയ്ഖിലാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല, ഖുർആനാണ് കുറ്റക്കാരൻ. പക്ഷെ ഖുർആൻ ഒരിക്കലും കുറ്റക്കാരനാവുന്നില്ല. കാരണം ഖുർആന് അങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് അള്ളാഹു തആല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ അള്ളാഹുവിന്റെ പാശം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവർക്ക് പേക്കൂല, മറ്റുള്ളവർക്കൊക്കെ പേക്കാം. ഇത് മനസ്സിലാക്കണം നമ്മൾ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ വിഷയത്തില് ഈ 3 സ്റ്റെപ്പും നമ്മൾ മനസ്സിലാക്കി. ആ 3 സ്റ്റെപ്പും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വീണ്ടും പറയുന്നുണ്ട് ആ സൂറത്തുൽ കഹ്ഫില്. എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാന്റെ ഔലിയാക്കളായ 7 ആളുകൾ, അവർ ഈസാ നബി അലൈഹി സ്വലാം ശിഷ്യന്മാരാണ്. അവരെ മതത്തിന്റെ പേരിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവരെ ഉപദ്രവിച്ച സമയത്ത് അവർക്ക് നാളുവിടേണ്ടി വന്നു. അവസാനം സൂറത്തുൽ കഹ്ഫ് എന്നുള്ള സൂറത്ത് അതിന്റെ പേരിൽ തന്നെയാണ് ആ സൂറത്ത് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗുഹയിൽ പോയി അഭയം പ്രാപിച്ചു. ആ അഭയം പ്രാപിച്ചിട്ട് അവര് അവിടെ 300 വർഷക്കാലം കിടന്നുറങ്ങിയ സമയത്ത് ആ ഔലിയാക്കളെ രൂപത്തിലിരുന്ന ഒരു പട്ടി പോലും സ്വർഗത്തിലായി.